നിങ്ങൾ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷെയ്ഡിങ് പാച്ചി ആയിട്ട് അല്ലെങ്കിൽ ഈവൻ അല്ലാതെ ചെറിയ ചില ഭാഗത്ത് ഡാർക്ക്നെസ് കൂടുതലും ഒരു വൃത്തിയില്ലാത്ത അവസ്ഥയിൽ ആയിട്ട് മാറാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ടിപ്സ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡിങ് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു കാണുന്ന ചിത്രം വരച്ച സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് ഇൻസൈറ്റ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചിത്രങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ പെൻസിൽ മാക്സിമം ഷാർപ്പനായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് കയറ്റി പിടിക്കുകയാണെങ്കിൽ പെൻസിലിൽ മാക്സിമം പ്രഷർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ ഒരു കൺട്രോൾ അനുസരിച്ചായിരിക്കും ഷെയ്ഡിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് ഇങ്ങോട്ടേക്ക് ഇറക്കി പിടിക്കും തോറും പെൻസിലിൽ മാക്സിമം പ്രഷർ കുറവായിരിക്കും. പിടിയിടുന്നുണ്ടോ? പകരം ഈ കൈയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ഷെയ്ഡ്സ് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഇറക്കി പിടിക്കുകയാണെങ്കിൽ കണ്ടോ, ഈവൻ ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മൂന്നാമത്തെ കാര്യം, നിങ്ങൾ മാക്സിമം ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ടോണാണ് വേണ്ടതെന്ന് വിചാരിച്ചോ, ഫൈനലി ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാതെ ഇതേപോലെ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഈവനായിട്ട് നമുക്ക് ആ ഒരു പോർഷൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ സമയത്തും ഇടയ്ക്ക് പെൻസിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ കുറച്ചും കൂടി ഭാഗങ്ങൾ എക്സ്ട്രാ അവിടെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചൊന്ന് എത്തുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക, കുറച്ചൊന്ന് എത്തുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഈവനായിട്ടുള്ള ഷെയ്ഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്, നമ്മൾ നേരെ ഇതങ്ങ് ചെയ്യാൻ നോക്കും. ഞാൻ പെൻസിൽ ഇവിടെ ഇങ്ങനെ പിടിക്കും. ഇത് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കണ്ടോ, എത്ര ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇടയിൽ അൺഈവനായിട്ടുള്ള ഷേപ്സ് വീഴുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.